യേശുവിലെ അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം ലഭിക്കുന്ന സമയം 9 ദിനങ്ങൾ വൈകുന്നേരം 7 മണിയാണ്. നമ്മൾ പ്രാർത്ഥനയിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പുകാലത്തിലെ വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ ഇന്ന് 4ാമത്തെ ദിവസമാണ്. നൊവേന ചൊല്ലി വിശുദ്ധ മാധ്യസ്ഥം വഹിച്ച് നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമയം. നൊവേന ചൊല്ലി നമ്മൾ അനേകം ആളുകൾ ശുശ്രൂഷിക്കുന്ന 9 അനുഗ്രഹമായി കാണുകയും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ നൊവേന നന്ദിയോടെ ഓർക്കുന്നതിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മളൊരു വചനം കേട്ട് നമുക്ക് 7ാം ദിവസത്തിലേക്ക് ആ വചനത്തിലൂടെ പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. പരിശുദ്ധ കുർബാന എഴുന്നള്ളി ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നൊവേന ചൊല്ലി ഈ നൊവേനയിൽ മാധ്യസ്ഥ പ്രാർത്ഥനയിൽ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ സ്വർഗ്ഗത്തിലെ ദൈവം വചനത്തിലൂടെ അത്ഭുതകരമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ലഭിക്കും. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കൊരു വലിയ സാക്ഷ്യം പറയാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന നിങ്ങളുടെ കുടുംബം ഒരു പടി കൂടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഓരോ കുടുംബം ഒരു വലിയ അനുഭവം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, സങ്കീർത്തനയുടെ വചനം 27 കേൾക്കുന്ന ഇവരെ 11ാമത്തെ വാക്യത്തിൽ നൊവേനയിലും സങ്കീർത്തകനായ ദാവീദ് പ്രാർത്ഥനയും മധ്യസ്ഥം ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരുമിച്ചിരിക്കുന്ന കുടുംബങ്ങളെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ ഏൽപ്പിച്ചു തന്നുകൊണ്ട് കാണിച്ചു തരണമേ. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടാവേ. അവരുടെ പ്രാർത്ഥനയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു അനുഭവം പ്രാർത്ഥിക്കാം. വചനം ഇങ്ങനെയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 7ാം അധ്യായം 14ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 7ാം അധ്യായം 14ാമത്തെ വാക്യം. എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും എന്റെ വഴി തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ദൈവം കാണിച്ചു തരുന്ന വഴി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നന്മയിലേക്ക് നയിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയും നിങ്ങളുടെ ദേശം സമ്പുഷ്ടമാവുകയും ചെയ്യും. വഴി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുമെന്ന് മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പാപങ്ങൾ ശത്രുക്കളുള്ളതിനാൽ നിങ്ങളുടെ ദേശം സമ്പുഷ്ടമാവുകയും ചെയ്യും. അടുത്തൊരു വാക്യമാണ്. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകതയോടെ ഇരിക്കും. ഇവിടെ നിന്ന് ഉയരുന്ന വഴി എനിക്ക് കാണിച്ചു തന്ന് ഇവിടെ നിന്ന് ഉയരുന്ന വഴിയിലൂടെ ചെറുതായിരിക്കാം, അപകടമില്ലാതെ ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് നേരെ എന്റെ കണ്ണും കാതും സദാസമയം ജാഗരൂകതയോടെ ഇരിക്കും. ചെറിയ പ്രാർത്ഥനയാണ് പോലും അത് വിലയുള്ളതായി പരിഗണിക്കപ്പെടുമോ? ഇങ്ങനെയാ ആ പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തകൻ നമ്മളിവിടെ നിന്ന് എനിക്ക് വഴി പ്രാർത്ഥനയ്ക്ക് നേരെ ദൈവത്തിന്റെ കണ്ണുമായ വഴിയിലൂടെ ജാഗരൂകതയോടെ ഉണ്ട്. ആ പ്രാർത്ഥന ഇതായി നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ആരാധനയിൽ പങ്കെടുക്കുന്ന സകലരെയും ചേർത്ത് വയ്ക്കുന്നവരുടെ ഹൃദയം നീ നടക്കേണ്ട വഴി ദൈവകരങ്ങളിലേക്ക് തരുന്നു. നമ്മൾ തുടർന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധനയോടെ നൊവേനയുടെ പ്രാർത്ഥന ചൊല്ലി നിയോഗത്തിൽ പ്രാർത്ഥിച്ച് സമാപനമാണ്. എല്ലാവരെയും 7ാമത്തെ ദിവസത്തിലേക്ക് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്ന ഈ വചനത്തിലൂടെ നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ നിന്റെ മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം പ്രാർത്ഥനയോടെ ആയിരിക്കാം, വിശ്വാസത്തോടെ ആയിരിക്കാം. നിന്നെ ഞാൻ വഴിയ ഹല്ലേലൂയ യേശുവേ നന്ദി നന്ദി ദൈവം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ കുടുംബമായി സ്നേഹത്തോടെ പ്രവേശിക്കാം. തകർക്കാൻ കഴിയാത്ത വിധം ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ നയിക്കും. നമുക്കിന്ന് നൊവേന ചൊല്ലുമ്പോൾ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന വചനം കേട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നദ്ധയിൽ നിന്ന് എല്ലാ വഴികളും അടഞ്ഞായിരിക്കും. മാധ്യസ്ഥം വഴി തുറക്കാൻ ഇടയാകണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വഴി തുറക്കണമേ എന്ന് വിശുദ്ധ യൂദാശ്ലീഹയുടെ നൊവേനത്തിലെ പ്രശസ്തമായ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കേട്ട വചനം ഒന്ന് ഓർച്ചു വെച്ച് ആരാധനയിൽ ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് നേരെ എന്റെ കണ്ണും കാതും സദാ ജാഗരൂകതയോടെ ഇരിക്കുന്നു. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകാം. നമ്മുടെ നിയോഗത്തെ ആരാധിച്ചോർത്ത്
അവസരം തന്നതിന് ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് ചെലവഴിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി ഏറ്റുപറയുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു, എല്ലാ മഹത്വവും അങ്ങേക്ക് മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ നവേന കൂടെ ചൊല്ലി പ്രാർത്ഥിക്കുക. നമുക്ക് മിശിഹായുടെ സ്നേഹിതനും വളരെ വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും ഏറ്റവും പ്രത്യേകിച്ച് ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മളുടെ സമീപത്തെ നിയോഗത്തെ പ്രാർത്ഥിച്ച നിയോഗത്തെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണം. ഈ ആവശ്യത്തിലും ഈ ഉപകാരം അങ്ങനെ സഹായിക്കണമെന്നും ഈ ഉപകാരം ലോകമെന്നും ഓർക്കുമെന്നും അറിയിക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ, ആമേൻ. നസ്രായനായ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ യേശുവേ മാധ്യസ്ഥതയിൽ വിശുദ്ധ യൂദാശ്ലീഹായുടെ ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എല്ലാ തടസ്സങ്ങളെയും എനിക്ക് സാധിച്ചു തന്നങ്ങളെയും എന്നെ പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നമ്മുടെ പ്രാർത്ഥനയെ ഓർക്കാം. ദൈവത്തിന്റെ നമ്മുടെ മേലുണ്ടാകുന്ന പ്രാർത്ഥന നമ്മൾ നമ്മുടെ കുടുംബത്തെ ചൊല്ലുകയാണ്. നിയോഗത്തെ മനസ്സിലോർത്ത് നമുക്ക് കണ്ണുകളെ അടച്ച് മനസ്സിലോർത്ത് എന്റെ കൂടെ മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിനായ അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി എന്റെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്നതിലും അനുഗ്രഹത്തെ സഹായിക്കണം. അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. ഞാൻ എന്നും ഓർക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ.
രണ്ടാമത്തെ ആവശ്യത്തെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നിയോഗ പ്രാർത്ഥന ഓരോ വ്യക്തികളുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന ഉപകാരം എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. മൂന്നാമത്തെ പ്രാവശ്യം ഉയർത്തി സാധ്യമെങ്കിൽ എന്റെ കൂടെ പ്രാർത്ഥിച്ച് നസ്രായനായ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു എന്നെയും എന്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണം വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറയുന്നു. ആ നിയോഗത്തെ ഏറ്റവും സമാപന ദിവസങ്ങളിലേക്ക് വരുന്ന സമയമാണ്. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. പ്രാർത്ഥിച്ചതിലൂടെ നമുക്ക് ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. കരങ്ങളെ ഉയർത്തി സ്നേഹിതനാർത്ഥന ചെല്ലുന്നു. നസ്രായനായ വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്നു എന്നെ അനുഗ്രഹിക്കണമേ. സഹായം ചെയ്യുന്നതിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് സമർപ്പിച്ച് ആ നിയോഗത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ നൊവേനയിലും ആരാധനയിലൊക്കെ പങ്കെടുക്കുന്നവരെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഈ ഉപകാരം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്നും ഓർക്കുമെന്നും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. കരങ്ങളെ ഉയർത്തി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നസ്രായനായ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, ഇന്ന് 7ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, വചനം കേട്ടു, ആരാധിച്ചു, ചൊല്ലി നിയോഗ പ്രാർത്ഥന ചെയ്തു. നല്ലൊരു ദിവസം, നല്ലൊരു രാത്രി നിങ്ങൾക്ക് ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കാം. നാളെ 8ാമത്തെ ദിവസമാണ്. നമുക്ക് സാധ്യമായിടത്തോളം ആളുകളെ അറിയിച്ചൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു വലിയ സാക്ഷ്യത്തിനായി, ഒരു കാരണമായി, അനുഗ്രഹമായി അത് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഈശോയുടെ ആ വലിയ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂജ്യനാം പുണ്യതാതാ യേശുവിൻ സ്നേഹദൂതാ, യൂദാത്താദേവു ശ്രീ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു.
പൂജ്യനാം പുണ്യതാതാ ഒറ്റിക്കൊടുത്തവന്റെ പേരിനാ പലരും മറന്നു നിന്നെയെങ്കിലും ഒറ്റിക്കൊടുത്തവന്റെ പേരിനാ പലരും മറന്നു നിന്നെയെങ്കിലും മഹിമ പ്രതാപമോടെ വാണിലും ഭൂവിലും ദീപ്തിയാർന്ന ദീപമേ